വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ ആപ്പ് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഇതേ ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെലഗ്രാം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഗോ ടു ഡൗൺലോഡ് ചെയ്യുന്ന പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ടെലഗ്രാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരുന്നിട്ടുണ്ടാകും. അത് ആ സൈറ്റിൽ കയറുക. എന്നിട്ട് ഗെറ്റ് ടെലഗ്രാം ഫോർ വിൻഡോസ് 64 എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ നൽകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റത്തിലെ ലൊക്കേഷനിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ആ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനിഷ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ ഒരു ഫിനിഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിന്ന് ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാമിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെലഗ്രാം ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് മെസ്സേജിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യണം. അത് നിങ്ങളുടെ മൊബൈലിലുള്ള ടെലഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ സെറ്റിങ്സിൽ ഡിവൈസിൽ ലിങ്ക് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അത് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ QR കോഡ് സ്കാൻ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ നോക്കുക. മൊബൈൽ നമ്പർ നിങ്ങളുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു കോഡ് വരുന്നതാണ്. ആ ഒരു ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാകും ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള ടെലഗ്രാം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക്, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്.